ഇന്ന് നമുക്കൊരു ഗോവയ്ക്ക് തോട്ടം കണ്ടാലോ? ദേ ഇത്രയും ഗോവയ്ക്ക ഉണ്ടാവും കയ്യിൽ നിന്ന് കിട്ടിയത്. ഗോവയ്ക്കത്തോട്ടം എന്ന് പറയുമ്പോൾ വലിയ ഗോവയ്ക്കത്തോട്ടം ഒന്നുമല്ല, ഒരു കുഞ്ഞു ഗോവയ്ക്കത്തോട്ടത്തിൽ കുറേ ഗോവയ്ക്കകൾ എപ്പടി ഇருக்கு. ദേ ഇതിലിങ്ങനെ പൂക്കളും കുഞ്ഞു കുഞ്ഞു കായകളും ഒക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല കുറേ വലിയ കായകളും ഉണ്ടായിട്ടുണ്ട്. നമ്മൾ പറിച്ചെടുത്ത് നേരത്തെ കണ്ടില്ലേ. അങ്ങനെ ഈ പരിവാകുമ്പോൾ നമുക്ക് അത് കഴിക്കാനൊക്കെ പറ്റൂട്ടാ. ഈ വലുത് കഴിച്ച് കറി ഉണ്ടാക്കി കഴിക്കണേലും എനിക്കിഷ്ടം കുഞ്ഞിത് പച്ചക്ക് തിന്നുന്നത്. ഈ സൈസൊക്കെ ആവുകൊണ്ട് നോക്കിയിരിക്കും ഞാൻ അങ്ങനെ കഴിക്കാനായിട്ട്. ചിലപ്പോൾ ഉപ്പിട്ട് കഴിക്കും, ഇല്ലെങ്കിൽ പച്ചക്ക് കഴിക്കും. അങ്ങനെ ഞാനിത് പറിച്ചെടുത്തു. എന്നിട്ട് കഴിക്കാൻ തന്നപ്പോൾ അമ്മയ്ക്കും വേണമെന്ന് പറഞ്ഞു. അപ്പം അമ്മയ്ക്ക് ഒരെണ്ണം പറിച്ചെടുത്ത് കൊടുത്തു. അങ്ങനെ നമ്മളത് കഴിച്ച്. ഇങ്ങളും ഇങ്ങനെ ഗോവയ്ക്ക് പച്ചക്ക് തിന്നാറുണ്ടാ? നല്ല രസമല്ലേ ഇങ്ങനെ പച്ചക്ക് തിന്നാനായിട്ട്? അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. നമുക്ക് കൊള്ളിത്തോട്ടൊക്കെ ഉണ്ട് കേട്ടോ ബാക്കിൽ കണ്ട. ഇത് പിന്നെ ഈ സാധനം ഈ ഗോവയ്ക്കയുടെ ഇടയിൽ ഉണ്ടാവുന്നത് ഇതെന്താണെന്ന് അറിയാം, മീശപ്പൂ. ഇത് ആട്ടുംകൂടിൻ്റെ സൈഡിലുണ്ടാവണ കാരണം നമ്മൾ പ്രത്യേകിച്ച് വളർട്ടൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ലാന്നേ, തന്നെ അങ്ങോട്ട് ഉണ്ടായിക്കോളും. എനിക്ക് കറി വെച്ചത് ഇഷ്ടമില്ലാത്ത കാരണം നമ്മൾ മീൻ വറക്കണം പോലെ വറക്കും. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ ബൈ. ഇപ്പം അടുത്ത വീഡിയോ കാണാട്ടാ.